അങ്ങനെ ബിഗ് ബോസിൽ നിന്നും ആദ്യത്തെ ഫൈനലിസ്റ്റിൽ നിന്നും ഒരാൾ ഔട്ടായിരിക്കുകയാണ്. നമ്മുടെ അക്ബറാണ് ഔട്ടായത്. അപ്പം ആദ്യം തന്നെ ലാലേട്ടൻ അവരുടെ അടുത്ത് പറയണ ആക്ടിവിറ്റി റൂമിൽ ഞാൻ എൻ്റെ സിഗ്നേച്ചർ ഉള്ള ഒരു ഇതുണ്ടാവും, അത് പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ എല്ലാവരും പോയി എടുത്തപ്പോൾ അത് 4 എണ്ണമേ ഉള്ളൂ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അത് കൈമാറി കിട്ടിയവർ, അതായത് നെവിന് കിട്ടിയത് അനുമോളുടെയാണ്, അനീഷേട്ടന് കിട്ടിയത് അക്ബറിൻ്റെയാണ്, അക്ബറിന് കിട്ടിയത് അനീഷേട്ടൻ്റെയാണ്. അങ്ങനെ പരസ്പരം കിട്ടി. പക്ഷേ നമ്മുടെ ഷാനവാസിക്കയ്ക്ക് മാത്രം കിട്ടിയില്ല. അപ്പോൾ ഷാനവാസിയൊക്കെ വിചാരിച്ചു, ഓ ഇനി അങ്ങനെ ഞാനങ്ങാണാണോ ഔട്ടാവുന്നത്, ഇത് വല്ല എവിക്ഷൻ ആണോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി വല്ലാണ്ട് പേടിച്ചു. അതിനുശേഷം ലാലേട്ടൻ പറയാണ് എവിക്ഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോഴാണ് ഷാനവാസിക്കൊക്കെ ഒരു എന്താ പറയുക ഒരു വെളിവ് വന്നത് സത്യം പറഞ്ഞാൽ. അതിനുശേഷം എവിക്ഷനിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇവരെ ആക്ടിവിറ്റി റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് ഒരു ഭയങ്കര എന്താ പറയുക നെഞ്ചിടിപ്പിക്കുന്ന രീതിയിലുള്ളൊരു എവിക്ഷനായിരുന്നു കേട്ടോ. ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. കഴിഞ്ഞ വട്ടത്തെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് തോന്നി. കഴിഞ്ഞ വട്ടം അതിന് മുന്നത്തെ വട്ടമൊക്കെ എന്താ ബൈക്കിൽ കയറ്റി കൊണ്ടുപോവുക, പിന്നെ അതേപോലെ കൂട്ടിനകത്ത് കയറ്റി കൊണ്ടുപോകുക, അങ്ങനെ ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഓരോരുത്തരെയും നെഞ്ചിടിപ്പിക്കുന്ന രീതിയിൽ ഭയങ്കര ഒരു മാക്സിലൂടെ ഉള്ളൊരു ഒരു എവിക്ഷനായിരുന്നു. ഓരോരുത്തർക്കും ഓരോ നമ്പർ ഉണ്ടാവും. എന്നിട്ട് മീൻസ് ആ ഒരു ബോർഡ് എടുത്ത് അതിൻ്റെ എപ്പോഴത്തെ സൈഡ് വായിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു നമ്പർ ഉണ്ടാവും. അപ്പോൾ ആ നമ്പർ ഏത് കോളത്തിലാണോ അവിടോട്ട് മാറുക. അതേപോലെ ചിലപ്പം ആ ഒരു എടുക്കുന്ന ബോർഡിൽ ചിലപ്പം ഒരു സ്റ്റെപ്പ് പുറകോട്ട് പോകാനായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മുൻപോട്ട് പോകാനായിരിക്കും, അല്ലെങ്കിൽ സൈഡിലോട്ട് പോകാനായിരിക്കും, അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കൂ എന്നൊരു ഇൻസ്ട്രക്ഷൻ ആയിരിക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരാളുടെ ബോർഡിൽ വേറൊരാളുടെ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഇപ്പം നെവിൻ അല്ലെങ്കിൽ അനീഷേട്ടൻ ഒരു ബോർഡ് എടുത്തു, അതിനകത്ത് നമ്പർ 18 ഇന്ന കോളത്തിലോട്ട് മാറുക എന്ന് പറയും. അപ്പം നമ്പർ 18 ചിലപ്പം നെവിൻ ആയിരിക്കും. അപ്പം നെവിൻ ആയിരിക്കും ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്. അങ്ങനെ ഭയങ്കര നെഞ്ചിടിപ്പിക്കുന്ന രീതിയിൽ ഭയങ്കര ഒരു പ്രകടനമായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർക്കാണെങ്കിലും അവിടെ നിന്നവർക്കാണെങ്കിലും ശരിക്കും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു എവിക്ഷനായിരുന്നു അത്. അപ്പം ആദ്യമായിട്ട് നമ്മുടെ സേവ് ആയിരിക്കുന്നത് നമ്മുടെ ആരായിരിക്കും? ഒബ്വിയസ്ലി രാജകുമാരി അനുമോളായിരുന്നു ഫസ്റ്റ് സേവ് ആയത്. അതിനുശേഷം പിന്നെയും അവർ മുൻപോട്ട് ഗെയിം പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അനീഷേട്ടൻ്റെ കയ്യിൽ നമ്പർ 20 സേവ്ഡ് എന്ന് പറഞ്ഞ് കാണിച്ചു. അപ്പം നമ്പർ 20 അനീഷേട്ടനല്ല. അപ്പം ഓരോരുത്തരും ഓരോരോ ബോർഡ് എടുത്ത് നോക്കിയ സമയത്ത് നമ്പർ 20 നമ്മുടെ നെവിൻ ആയിരുന്നു. അങ്ങനെ നെവിൻ സേവായി. അത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഷോക്കിംഗ് ആയിരുന്നു. നെവിൻ സേവായി, പിന്നെ ആര് എവിക്റ്റ് ആവുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. അതിനുശേഷം പിന്നെയും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ അനീഷേട്ടനും ഷാനവാസിക്കും ഏകദേശം മുൻപിലെത്തി കഴിഞ്ഞിട്ട് അവരുടെ അടുത്ത് പറയുകയാണ്, നിങ്ങളുടെ കയ്യിൽ ഫ്രണ്ടിൽ 2 പേരും ഏറ്റവും ഫ്രണ്ടിലെത്തിയെന്ന് വെച്ചാൽ സേവ് ആയിട്ടില്ല. നിങ്ങളുടെ ഫ്രണ്ടിൽ ഹാമർ ഉണ്ടാവും, വലിയൊരു ബോർഡും ഉണ്ടാവും. ആ ഹാമർ വെച്ചിട്ട് ആ ബോർഡ് 2 പേരും തല്ലി പൊട്ടിക്കുക എന്നൊരു ടാസ്ക് ആയിരുന്നു കൊടുത്തത്. 2 പേരും ഭയങ്കര ഭീതിയോടെ, ഒബ്വിയസ്ലി ഷാനവാസിക്ക് നല്ല പേടി കണ്ടു കാണും. ബിക്കോസ് ലാലേട്ടൻ്റെ അങ്ങനെ ഒരു സിഗ്നേച്ചറുള്ള ഒരു ഇത് കിട്ടിയതുമില്ല. അങ്ങനെ 2 പേരും തല്ലിപ്പൊട്ടിച്ചു. ലാസ്റ്റിൽ 2 പേരും സേവ്ഡ് ആയിരുന്നു. അപ്പോൾ അക്ബറിൻ്റെ ദേഹത്തോട്ട് ഒരു റെഡ് കളറിലെ ലൈറ്റ് മിന്നി. അപ്പം ഒബ്വിയസ്ലി അക്ബർ ആയിരുന്നു എവിക്റ്റ് ആയത്. ഫസ്റ്റ് എവിക്ഷൻ അക്ബർ ആയിരുന്നു. അക്ബർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു എവിക്ഷൻ ആയിരുന്നു കേട്ടോ. ഒരിക്കലും അക്ബർ പ്രതീക്ഷിച്ചില്ല. അക്ബർ 100% ഷുവർ ആയിരുന്നു അക്ബർ നെവിൻ ആയിരിക്കും ഫസ്റ്റ് ഔട്ട് ആവുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അക്ബറിൻ്റെ ആ ഒരു ബോഡി ലാംഗ്വേജ് അത് ഭയങ്കര വിസിബിൾ ആയിരുന്നു. കാരണം നെവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ, എന്നുവെച്ചാൽ ഞാൻ എന്തായാലും സേവ് ആവും, നീ കൂടെ ഉണ്ടല്ലോ. നൂറ് ഔട്ടായപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു പറഞ്ഞത്, നീ കൂടെ ഉണ്ടല്ലോ, എന്തായാലും ഞാൻ സേവ് ആവുമെന്ന് എനിക്കറിയാം എന്നുള്ള രീതിയിൽ. അപ്പോൾ അക്ബർ ഒരു ടോപ്പോ അല്ലെങ്കിൽ അതൊരു 1-2 ആ ഒരു പൊസിഷനുള്ളിൽ അക്ബർ പ്രതീക്ഷിച്ചിരുന്നു എന്നത് 100% ഷുവർ ആണ്. അത് അക്ബറിൻ്റെ ഫേസ് നന്നായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പോകാൻ നേരം നമ്മുടെ അനീഷേട്ടൻ്റെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ അക്ബർ പറഞ്ഞു. അനീഷേട്ടൻ നിങ്ങൾ നല്ലൊരു മനുഷ്യനാണ്, നല്ല ക്വാളിറ്റിയുള്ള മനുഷ്യനാണ്, നിങ്ങൾ എന്താണോ ഇവിടെ കൊണ്ടുവന്ന് ആദ്യമായിട്ട് കളിച്ച സ്ട്രാറ്റജി, ആ ഒരു സ്ട്രാറ്റജി തന്നെ നിങ്ങൾ 100% കൊടുത്തു നിന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ കള്ളത്തരങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും നിങ്ങൾ ആരെ വേദനിപ്പിക്കാതെ നിങ്ങളുടെ ബൗണ്ടറി വിട്ട് നിങ്ങൾ കളിച്ചിട്ടില്ല. അത് ഭയങ്കര നല്ല കാര്യമാണെന്ന് പറഞ്ഞ് അനീഷേട്ടനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ആ സമയത്ത് നെവിൻ ചോദിക്കുന്നുണ്ടെടാ, ഞാൻ നിൻ്റെ കൂട്ടുകാരനല്ലേ, എന്നെക്കുറിച്ച് 2 വാക്ക് പറയടാ എന്നുള്ള രീതിയിൽ. ശരിക്കും നെവിൻ സേവ് ആയിട്ട് അക്ബർ ഔട്ടായതിൽ അക്ബറിന് നല്ല സങ്കടമുണ്ട് കേട്ടോ. ഒരു നെവിൻ്റെ അടുത്ത് ഒരു നല്ലൊരു വാക്ക് പോലും പറഞ്ഞില്ല. നിന്നോട് എന്തെങ്കിലും പറയടാ എന്ന് പറഞ്ഞ് നെവിൻ പുറകെ നടന്നിട്ടും അക്ബർ അതങ്ങ് പുച്ഛിച്ചങ്ങ് പോയിട്ട് വല്ലാത്ത രീതിയിൽ എന്നിട്ട് ചെന്ന് പറഞ്ഞാണ്, വല്ലവന് പുല്ലും ആയുധം, ഒന്നുമല്ലാതെ നീ ഇവിടെ വന്ന് ഇവിടുത്തെ ഡോണുകളുടെ കൂടെ പിടിച്ച് നിന്നിട്ട് നീ ഔട്ടായില്ലല്ലോ എന്നുള്ള രീതിയിൽ അങ്ങ് കുശുമ്പിൻ്റെ കുന്നായ്മയുടെ അങ്ങേ അറ്റം പോലെ തോന്നി. ചിലപ്പോൾ അക്ബറിൻ്റെ വിഷമം കൊണ്ടും ആവാം നെവിൻ അവിടെ നിന്നിട്ട് ഞാൻ ഔട്ടായല്ലോ എന്നുള്ള സങ്കടം കൊണ്ടും ആവാം. കാരണം അക്ബർ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തത് നെവിനെക്കാട്ടിലും മുൻപിൽ അല്ലെങ്കിൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന അക്ബർ ആയിരുന്നു എന്നായിരിക്കും. എന്തായാലും നെവിൻ കൈ ചൂണ്ടി എന്തോ പറഞ്ഞിട്ടുണ്ട് പുറത്തിറങ്ങുമ്പോൾ വിളിക്കണം എന്നുള്ള രീതിയിലൊക്കെ. അനീഷേട്ടനോടല്ലാതെ വേറെ ഒരാളോടും ഒരു നല്ല വാക്ക് പോലും പറയാതെ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് വെറുതെ നൈസായിട്ട് അങ്ങ് അക്ബർ ഇറങ്ങി പോവുമായിരുന്നു.
പക്ഷെ അങ്ങനെ ആയിരുന്നില്ല വേണ്ടത്. അവിടോട്ട് കയറി വന്ന ആൾക്കാർ എങ്ങനെയാണോ ചെയ്തത് ആ ഒരു രീതി തന്നെയായിരുന്നു അക്ബർ ആക്ച്വലി ബാക്കിയുള്ളവരോടെല്ലാം ബിഹേവ് ചെയ്തത്. അപ്പോൾ അവരുടെ ഫ്രണ്ട് അല്ലേ, വലിയ വ്യത്യാസമൊന്നും കാണത്തില്ല. എനിവേ അക്ബർ ഒഫീഷ്യലി ഫസ്റ്റ്, അതായത് ഫൈനൽ 5 നിന്ന് ഔട്ടായി. അങ്ങനെ നമുക്കിനി ഫൈനൽ 4 ആണുള്ളത്. ആരൊക്കെയാണ് വരും നേരങ്ങളിൽ ഔട്ടാകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും അവിടെ ഇരിക്കുന്നവർക്കൊക്കെ ഭയങ്കര ഷോക്കായിരുന്നു. നമ്മുടെ ജിസയിലും അതേപോലെ ആര്യനും എല്ലാവർക്കും അത്യാവശ്യം നല്ല ഷോക്കിംഗ് ആൻഡ് സങ്കടമായിരുന്നു. എന്തായാലും ഒഫീഷ്യലി നമ്മുടെ അക്ബർ ഔട്ടായിരിക്കുകയാണ്.